ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കോലം കത്തിച്ചത്. തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സംസ്ഥാനത്തിനകത്ത് കായൽ ഡ്രഡ്ജിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് 1 രൂപ ടെൻഡർ ചെയ്ത് ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിനകത്ത് എവിടെയെങ്കിലും 1 രൂപയുടെ ഡ്രഡ്ജിംഗ് വർക്ക് നടക്കുന്നുണ്ട് എന്ന് ഈ തൊട്ടടുത്ത് സമരം ചെയ്യുന്ന സമരസമിതിക്കാരന് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിഞ്ഞാൽ, കെ ബാബുവിനെ വെല്ലുവിളിക്കുന്നവന് ചൂണ്ടിക്കാണിച്ചു തരുവാൻ കഴിഞ്ഞാൽ, ഞാനും ശ്രീകുമാറും മുരളിയും അടക്കമുള്ള ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വീട്ടിലിരിക്കാൻ തയ്യാറാണ്. കള്ളപ്രചരണവുമായിട്ട് വരരുത്. ഇടക്കൊച്ചി പ്രദേശത്തേക്ക് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ 4.85 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇറിഗേഷൻ വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രദേശത്തെ ദുരിതം കണക്കിലെടുത്ത് പദ്ധതി അടിയന്തിരമായി നടപ്പിലാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NR ശ്രീകുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ NP മുരളീധരൻ, PP ജേക്കബ്, കൌൺസിലർ ജീജ ടെൻസൺ, ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ, PD സുരേഷ്, KJ റോബർട്ട്, ബിജു അറക്കപ്പാടത്ത്, VF ഏണസ്റ്റ്, CL ശശീന്ദ്രൻ, ഡേവിഡ് ലിസൺ, ഫ്രാൻസിസ് അസീസി, KV ലാസർ, സോളി പഴയകാട്ട്, സജന യേശുദാസ്, രാജി രാജൻ, ഫെർബിൻ ജോസഫ്, ഷാരുൺ ആന്റണി എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ ചോദിക്കുന്നത് സർക്കാർ അനുവദിച്ച 4.85 കോടി രൂപയുടെ പദ്ധതി അടിയന്തിരമായി ഇടക്കൊച്ചിയിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇനി രാത്രി ഞങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയത്. നമുക്കറിയാം, സംസ്ഥാന ഇറിഗേഷൻ വകുപ്പാണ് ഇവിടുത്തെ വേലിയേറ്റ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി സംരക്ഷണ ഭിത്തിയും സ്ലോയിസും നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് എടുത്തത്. അധികാരമേറ്റിട്ട് രണ്ടാം പിണറായി സർക്കാർ ഉൾപ്പെടെ 9 വർഷത്തിലേക്ക് കിടക്കുകയാണ്. നാളിതുവരെയായിട്ട് കെ ബാബു MLA ചെയ്ത പദ്ധതികളല്ലാണ്ട് ഇതിക്ക് മുമ്പ് ഉണ്ടായ MLA ഒരു പദ്ധതി പോലും എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. നമുക്കറിയാം, ഇറിഗേഷൻ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും കുടിവെള്ളത്തിൽ ആ ടാങ്ക് നിർമ്മാണത്തിൽ പോലും വന്ന് വെറുതെ ഇവിടെ നിൽക്കുന്നതിനപ്പുറം ഒരു കാര്യം ചെയ്യാതെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ചിലരുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.